ഹായ്, എവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തുടർന്നു വരികയാണ്. ഒരുപാട് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയായാൽ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില മാനദണ്ഡങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനായുള്ള പരിശോധന 2025-26 കാലഘട്ടത്തിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ നഷ്ടമാവും, എന്തെല്ലാം കാര്യങ്ങളാണ് ക്രൈറ്റീരിയയായി നോക്കുന്നത് എന്നുള്ളത് നോക്കാം. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ നഷ്ടമാവുന്നതാണ്. അതുപോലെ വീട്ടിൽ റേഷൻ കാർഡിലുള്ള ആരെങ്കിലും 1000 CCക്ക് മുകളിലുള്ള വാഹനം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടമാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ നഷ്ടമാവുന്നതാണ്. SC/ST വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ ഈ കാര്യം അവർക്ക് ബാധകമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആദായ നികുതി അടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ നഷ്ടമാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ പെൻഷന് അർഹത ഇല്ല എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ നഷ്ടമാകുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ വന്ന് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് ഗുണഭോക്താക്കൾ അർഹതയില്ലാതെ പെൻഷൻ സ്വീകരിക്കുന്നുണ്ട്. അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടി. അടുത്ത വാർത്ത, കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിനായി 1 ലക്ഷം രൂപ. എല്ലാ പഞ്ചായത്തുകൾക്കുമാണ് ഓരോ ലക്ഷം രൂപ വെച്ച് നൽകുന്നത്. 1 വർഷത്തേക്കാണ് 1 ലക്ഷം രൂപ നൽകുക. 1 വർഷത്തിനിടയിൽ പഞ്ചായത്തിൽ കാട്ടുപന്നിയെ കൊണ്ട് എന്തെങ്കിലും ശല്യമോ മറ്റോ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഫോറസ്റ്റ് ഓഫീസുമായി സമീപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തീരുമാനമെടുത്ത് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ലൈസൻസ് ഉള്ള ഷൂട്ടർക്കാണ് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ. ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടറിന് ഒരു പന്നിയെ കൊല്ലുന്നതിന് 1500 രൂപയും അതുപോലെ തന്നെ കുഴിച്ചിടുന്ന ആൾക്കാർക്ക് 2000 രൂപയുമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1 വർഷം 1 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങൾ ഒരു പഞ്ചായത്തിന്റെ ഏരിയയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് 1 ലക്ഷം രൂപ വാർഷിക അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലേക്ക് അനുവദിച്ച് നൽകുന്നതായി. അടുത്ത വാർത്ത, പഞ്ചായത്ത് വഴി നമുക്ക് 30ഓളം ആനുകൂല്യങ്ങൾ അനുവദിച്ച് നൽകുന്ന ഒരു സമയമാണിപ്പോൾ. നിങ്ങൾക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ട്, നിങ്ങളുടെ കയ്യിൽ BPL റേഷൻ കാർഡാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഞ്ചവത്സര പദ്ധതി പ്രകാരമുള്ള 30ഓളം ആനുകൂല്യത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2025-26 കാലഘട്ടത്തിലേക്കുള്ള അപേക്ഷയാണ് സ്വീകരിക്കുന്നത്. 30ഓളം പദ്ധതികൾ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, അതുപോലെ തന്നെ ബാത്റൂം നിർമ്മിക്കുക, അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. 30ഓളം ലിസ്റ്റ് ഇതിലുണ്ട്. പൂർണ്ണമായ വീഡിയോ ചാനൽ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞത്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായി. അടുത്ത വാർത്ത, ഇന്നത്തെ സ്വർണ്ണവില. ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 9075 രൂപയാണ്. 55 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില 72,600 രൂപയാണ്. 440 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നാളെ പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.